തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരുടെ റോഡ് ഷോയ്ക്കിടെ സംഘർഷം. LDF, UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. കല്ലേറും പോലീസിന്റെ ലാത്തിചാർജും നടന്നു. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നും. രതീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഇന്ന് രാത്രി 8:30യോടെയാണ് ഈ സംഭവം. ഇത്തരത്തിൽ സംഘർഷ സാധ്യത ഉണ്ടായത്. അതായത് കാസർഗോഡ് തൃക്കരിപ്പൂർ വലിയറും പഠനക്കടപ്പുറത്താണിത്. നിലവിൽ സന്ദീപ് വാര്യരുടെ വിജയാഘോഷ റോഡ് ഷോ നടക്കുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് ഇത്തരത്തിൽ പഠന കടപ്പുറത്ത് റോഡ് തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ ഡിവൈഎസ്പി പ്രവർത്തകരുമായി ചെറിയ തോതിൽ വാക്കേറ്റം ഉണ്ടായി. തുടർന്നാണ് ഇരു വിഭാഗങ്ങളും സംഘമായി തിരിഞ്ഞ് കല്ലേറ് നടന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ വിശദീകരണം. എന്തായാലും പിന്നീട് സംഘർഷ സാധ്യതയുണ്ടായി. ഇതിനിടയ്ക്ക് തന്നെ പഠനക്കടപ്പുറത്തെ ലോക്കൽ കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്ന PP ദാമോദരൻ സ്മാരക മന്ദിരത്തിന് നേരെയും സമീപത്തെ കോൺഗ്രസ് ഓഫീസിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രദേശത്ത് വലിയ സംഘർഷമുണ്ടായി. 5ഓളം LDF പ്രവർത്തകർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന പ്രാഥമിക വിവരമുണ്ട്. മാത്രമല്ല കല്ലേറിൽ തലയ്ക്ക് പരിക്കേറ്റ ഒരു ലീഗ് പ്രവർത്തകനെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചതായും വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് വൻതോതിൽ പോലീസ് ഇപ്പൊ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിജയാഘോഷ യാത്ര റോഡ് ഷോ ഇപ്പോൾ അവസാനിക്കാറായിട്ടുണ്ട്. എന്തായാലും പ്രദേശത്ത് ശക്തമായ പോലീസ് സാന്നിധ്യമുണ്ട്. നിലവിൽ പ്രദേശത്ത് സംഘർഷാവസ്ഥയില്ല. നേരത്തെ കനത്ത മഴയ്ക്കിടയിലുമാണ് ഇത്തരത്തിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടായത്. അത് പോലീസിനെ ആ സമയത്ത് അല്പം പ്രയാസപ്പെടുത്തിയിരുന്നു. എന്തായാലും 4-5 LDF പ്രവർത്തകർക്കും ഒരു ലീഗ് പ്രവർത്തകനും പരിക്കേറ്റു ഈ സംഭവത്തിൽ എന്നാണ് പ്രാഥമികമായ വിവരം. എന്തായാലും പോലീസ് വലിയ തോതിൽ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശരി, തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ സംഘർഷമാണ് ഉണ്ടായിരിക്കുന്നത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.